നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകൾ. പലരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത തത്തിക്കളിക്കുന്നുണ്ട്. പുറത്താരും പറഞ്ഞു തരും അതല്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് അഥവാ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ ഞങ്ങളാണ് ഇതാദ്യമായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ പുറത്തു വിടുന്നത്. പലരും മനസ്സിലുണ്ട്, ഇല്ലെന്നല്ലോ, ആരും പുറത്തു വന്നിട്ടില്ല. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം, ജാതി മത വർഗങ്ങളുടെയൊക്കെ പിടിയിൽ അമർന്ന് ഞെരിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും. ഞാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ ഈ കേരളത്തിൽ മാത്രമല്ല അല്പം അകൽച്ചുള്ളത്. ബാക്കി ഏതിൽ സ്റ്റേറ്റിലുണ്ടോ അകൽച്ചയില്ല, സഖ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് കൂടി ഒരുമിച്ചായാൽ പിന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആകും എന്ന രീതിയിലാണ് ഭയമുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് യോജിക്കാത്തത്. അല്ല, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് യോജിക്കാൻ ഒരു പ്രശ്നമില്ല. ഒരു വട്ടമേശ ചുറ്റും ഇന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ അണ്ടിനെയും അടകോണിനെയും വർഗീയ പാർട്ടിയും ജാതി പാർട്ടിയും ലീഗിനെയും ആണി കോൺഗ്രസൊക്കെ മാറ്റി നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ അല്ലെങ്കിൽ CPIM-ഉം ചേർന്ന് ഒരുമിച്ച് ഭരണത്തിൽ കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, കേരള കോൺഗ്രസ് ലീഗ് കൂടി പിന്നെ BJP-യിലേക്ക് പോകുമോ? BJP പോട്ടെന്ന് ചോദിക്കണം. അത്ര കണ്ട് കത്തോലിക്ക് ക്രിസ്ത്യാനിക്ക് കൊടുത്താൽ പോരാ, അത് കത്തോലിക്ക് റോമൻ കത്തോലിക്കിന് കൊടുക്കണം. NSS നായർക്ക് കൊടുത്താൽ പോരാ, NSS നായർക്ക് കൊടുക്കണം. ഈഴവിന് കൊടുത്താൽ പോരാ, അത് SNDP ഈഴവിന് കൊടുക്കണം. മുസ്ലിം ലീഗ് കൊടുത്താൽ പോരാ, സുന്നി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. ഈ നികൃഷ്ട ജീവികൾക്ക് തള്ളി വേണം. എന്നിട്ട് നമ്മൾ മനുഷ്യനെ കാണണം. നമുക്ക് SNDP-യോടോ NSS-യോടോ MES-യോടോ ഒന്നും ഒരു ഇഷ്ടക്കുറവില്ല ലീഗിനോടൊന്നും. പക്ഷെ അവർക്ക് നിർത്തണം. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും കൈകടത്തുകയോ അത് ചിന്തിക്കാനോ പാടില്ല. അവർ ആവശ്യങ്ങൾക്കെല്ലാം ഭരണകക്ഷി എന്ന നിലയിൽ, രാജ്യം ഭരിക്കുന്ന കക്ഷി എന്നതിൽ മാന്യമായ അംഗീകാരം കൊടുക്കണം. അവർ അംഗീകരിക്കണം, അവർക്ക് അവസരം കൊടുക്കണം. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ രാഷ്ട്രീയത്തെ ഭരിക്കാൻ, രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ, അത് കത്തോലിക്ക സഭയായാലും കൊള്ള, മുസ്ലിം സഭയായാലും കൊള്ള, ഈഴോ സഭയായാലും കൊള്ള, നായർ സഭയായാലും ഒരു സഭയ്ക്ക് അവകാശം കൊടുക്കരുത്. ഈ സഭ എന്ന പ്രയോഗം ക്രിസ്ത്യാനികൾക്ക് ഒത്തിരിയൊന്നുമില്ല, കൊടുക്കരുത്. അപ്പോൾ പ്രതിപക്ഷം BJP ആകും. അത് BJP പ്രതിപക്ഷമായി പിന്നെ ഭരണപക്ഷാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ BJP-യുടെ ഭരണം കേരളത്തിൽ ഇന്നലെ നാളെ വന്നേക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് തൽക്കാലം ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് രണ്ട് ദൂരത്ത് നിൽക്കുന്നത്. അതിലൊരു പോയിന്റ് ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നായാലല്ല, ഒരു സഖ്യമായാൽ ബാക്കി എല്ലാ പാർട്ടിയും BJP-യിൽ പോകുന്നതാണ്, BJP മുന്നണിയിൽ പോകുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോട്ട് നോക്കണം. അപ്പോഴും മൂന്നാമത് മുന്നണി ഇവിടെ ഉണ്ടാവും. BJP നയിക്കുന്ന ഒരു മുന്നണി, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് നയിക്കുന്ന ഒരു പ്രബല മുന്നണി, പിന്നെ ലീഗും അല്ലെങ്കിൽ അതുപോലെ കേരള കോൺഗ്രസ് എന്നുള്ള വേറെ മുന്നണി ഉണ്ടാവും. അത് രണ്ട് മുന്നണി നിൽക്കും, ഇവർ ഭരിക്കുകയും ചെയ്യാം. അപ്പോൾ ചോദിക്കുമ്പോൾ അതെങ്ങനെ പങ്കിടാമല്ലോ. ഇപ്പോൾ ഈ വലിയ കക്ഷി CPIM ആണ് കേരളത്തിൽ കോൺഗ്രസുകൾ വലിയ കക്ഷി. നിലവിലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. അതൊരു ആദ്യത്തെ ഒരു 3 വർഷം CPIM മുഖ്യമന്ത്രി ആവട്ടെ, 2 വർഷം കോൺഗ്രസ് മുഖ്യമന്ത്രി ആവട്ടെ. ഇനി അടുത്ത ഇലക്ഷൻ വരാണെങ്കിൽ കഴിഞ്ഞ 2 ടേം LDF ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ടേമിൽ കോൺഗ്രസ് കൊടുക്കുക, സെക്കൻഡ് ടൈം നിങ്ങൾ എടുക്കുക. അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒരു കാര്യം പറയാം, BJP എന്നുള്ളത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു യാഥാർത്ഥ്യമായി. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ് കഴിഞ്ഞ 10-11 വർഷമായിട്ട്. അതിന് മുമ്പ് പലപ്പോഴും ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJP നമുക്ക് തൊട്ടുവിടാൻ പാടില്ല, പറ്റില്ല എന്ന് പറഞ്ഞൊന്നും അർത്ഥമില്ല. ഇനി ആദർശപരമായിട്ട് BJP പറയുന്ന ഒരു ആദർശം നിൽക്കട്ടെ, നമ്മൾ പറഞ്ഞ ഒരു ആദർശം അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ പിന്നെ പോളിസി. ഇപ്പോഴത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നായിട്ട് നിങ്ങൾ പോളിസി പറയൂ, ജനങ്ങൾ ഒഴുകും. പിന്നെ ആ ഒരു സമുദായ പാർട്ടി നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ സുതാര്യമായിട്ട് പോകും.
ഒരു സംശയമില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവധി വയ്ക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വെച്ച് ബാക്കി ഇന്ത്യയിലുള്ള സർവ്വ സ്റ്റേറ്റുകളിലും CPIM-ഉം കോൺഗ്രസും ഒരേ തുകൽ പക്ഷികളെ പോലെ ഒരേ രീതിയിലാണ്. കേരളത്തിൽ അത് സഖ്യമാകാത്തതിന് കാരണം ഈ വീഴ്ചയുള്ളതുകൊണ്ട് അതും ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പ്രതിപക്ഷ പാർട്ടിയിൽ BJP പ്രതിപക്ഷത്തരും, പ്രതിപക്ഷം വന്നാൽ ഇന്ന് പ്രതിപക്ഷം നാളെ ഭരണകക്ഷിയാകാം എന്നുള്ളതാണ്. അതൊക്കെ കാലം ചിലപ്പോൾ വന്നിരിക്കും, പറയാൻ പറ്റുന്നില്ല. രാഷ്ട്രീയമല്ലേ. ഇപ്പോൾ എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകൂല എന്നുള്ള കാലമാണല്ലോ കേരളത്തിൽ. ഇന്ത്യയിൽ അങ്ങോട്ട് പോട്ടെ, കേരളത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 അധികാരത്തിൽ വന്നില്ലേ ഒറ്റക്ക്. 1957 ഒറ്റക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് EMS ആദ്യത്തെ മുഖ്യമന്ത്രിയായി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാളിതുവരെ ഒറ്റക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. കുറുമുന്നണി എന്ന ഭരണമുന്നണി എന്ന കുറുമുന്നണി കൂടിയാണ് ഭരിക്കുന്നത്. അപ്പം അതിനടുത്ത് അവർ വളർന്നു പറയാൻ പറ്റില്ല. കോൺഗ്രസ് ഒറ്റക്ക് ഭരിച്ച കോൺഗ്രസ് തളർന്നു. അപ്പം അവർക്കും വളർച്ച പറമ്പില്ല. ഇങ്ങനെ വരുമ്പോഴാണ് CPIM നയിക്കുന്ന CPM പാർട്ടിയും കോൺഗ്രസും കൂടി ഒരു മേശക്ക് ചുറ്റും എന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? എന്നിട്ട് ഈ കൊച്ചു രണ്ടിനും പാർട്ടിയൊക്കെ വിട്ടേക്കണം. എന്നിട്ട് നമ്മുടെ കീഴിൽ നമ്മുടെ നിയന്ത്രണത്തിൽ അതിനടുത്ത് അതായത് അടിമത്തത്തെ നമ്മൾ എതിർക്കും. പക്ഷെ അതിന് അച്ചടക്കുന്ന അർത്ഥമില്ല. അച്ചടക്കം വേണ്ടതല്ല, അടിമത്തം തെറ്റ് തന്നെയാണ്, സ്ലേവറി ഇതിൽ. പക്ഷേ അച്ചടക്കം മസ്റ്റാണ്. അച്ചടക്കമില്ലാത്ത ഒരു സമൂഹവും ഒരു സമുദായം ഒരു രാജ്യവും വളർന്നിട്ടില്ല, വളരെയില്ല. എന്നിട്ട് ഈ പട്ടാളം പോലീസൊക്കെ ഒരു 100 യൂണിഫോം ഇട്ട് പോലീസ് വരുന്നു, അവിടെ 500 ആളുണ്ടെങ്കിലും യൂണിഫോമിൽ ജയിക്കാൻ കണ്ട അവർ ഒരേ ചിന്തയിൽ കൂടി ഒരേ രീതിയിൽ വരാണ്. അതൊരു ഐക്യപത്യം ബലമാണ്. മറ്റേ 500 തരത്തിലാണ്. അതുകൊണ്ട് ആദർശം വില കളിക്കാതെ, സോഷ്യലിസം കളയാതെ, മതേത്വം കളയാതെ, ജനാധിപത്യം കളയാതെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു സഖ്യമാകാമല്ലോ. അല്ല CPIക്ക് വേണമെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വേണ്ട, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എത്ര നല്ല പേരത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ അപ്പം എല്ലാ ഇടതുപക്ഷ കക്ഷികളും എല്ലാ ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കും ഈ CPI ചേരാം. ഇന്നത്തെ CPI അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ആ CPI പുതിയൊരു പ്രസ്ഥാനമാണത്. അത് മാർക്സിസ്റ്റ് വൃത്യം വേണ്ട. ചെയ്യാൻ ധൈര്യമുണ്ടോ സഖാക്കളെ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ കോൺഗ്രസ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ? അങ്ങനെ ചിന്തിച്ചാൽ അപകടം. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പം എം എം ഹസനെ കൺവീനർ സ്ഥാനത്ത് മാറ്റി. എന്നിട്ട് എന്താക്കി? ഇപ്പോൾ ഏകോപന സഭയിലും മെമ്പറാക്കി. അതിന് പോലും പരാതി ഒന്നുകൂടെ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എം എം ഹസനേക്കാൾ പ്രായമുണ്ട് സുധാകരന് എന്തെല്ലാം സ്ഥാനം കൊടുത്ത്? സെൻട്രൽ കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവ്, അതേസമയത്ത് അസംബ്ലി ഇലക്ഷൻ സീറ്റ്, പിന്നെ ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനം, ഇത്രയും പറഞ്ഞിരിക്കുകയാണ്. ചെയ്യുന്നില്ല. അത്ര കൊടുത്ത സമയത്ത് എന്തൊക്കെ പോരായി കേട്ടില്ല. ഞാൻ എം എം ഹസനെ വിമർശിച്ച ആളാണ്, എതിര് പറഞ്ഞ ആളാണ്, പുകഴ്ത്തി പറഞ്ഞ ആളല്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് നീതി നോക്കട്ടെ. എം എം ഹസൻ ഇത്രയും കാലം കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുക്കൽ തെറ്റില്ല. അതാണിപ്പോൾ ഏകോപന സഭയിൽ മെമ്പറായി, ഓക്കെ, അതൊക്കെ മതി. സുധാകരൻ്റെ അത്ര ഒന്നും കാലിബിറ്റിയുള്ള ആളല്ല, അതുകൊണ്ട് അത് മതി. ഇനിയൊരു സീറ്റ് കൊടുക്കരുത്. സീറ്റ് കൊടുത്തു ആ സീറ്റ് കളയാൻ നോക്കരുത്. ഇന്നിപ്പോൾ ആരോ പറഞ്ഞാൽ സീറ്റ് ശ്രമിക്കും, പക്ഷെ അത് ആ സീറ്റ് പോകുമെന്ന്. സീറ്റും കൊടുത്തേക്കില്ല. അതായത് കോൺഗ്രസ് ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒരു ധാരണ എത്തിയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൽ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേണം. എന്താണ്? 60 വയസ്സ് കഴിഞ്ഞവർക്ക് പാർലമെന്റ് സ്ഥാനം, അല്ലാതെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കാനൊന്നും കുഴപ്പമില്ല, ആ കൊടുക്കരുത്. 2 പ്രാവശ്യം വേണ്ടി 3 പ്രാവശ്യം കൂടുതൽ മത്സരം ജയിച്ചവർക്ക്, തോറ്റോകാരെ ജയിച്ചവർക്ക് 4ാമത് ചാൻസ് കൊടുക്കരുത്. അങ്ങനെ വന്നാലോ? അപ്പോഴൊരു കാര്യമുണ്ട്, രമേശ് ചെന്നിത്തല അത് പെടുത്താൻ പറ്റില്ല, ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ പെടുത്താൻ പറ്റില്ല മരിച്ചുവെങ്കിലും, പിന്നീട് സുധാകരനെ പെടുത്താൻ പാടില്ല. അങ്ങനെ കുറേ ടോപ്പ് ലീഡേഴ്സിനെ, കാരണം മുരളി പോലെ ആ ടോപ്പ് ലീഡേഴ്സ് ഒഴിവാക്കാൻ പറ്റില്ല. അതെന്ത് നീതിയാണ്? അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ്റെയൊക്കെ പ്രസക്തി. തെറ്റുകൾ നമ്മൾ പറയും, പിന്നെ പിണറായി വിജയൻ സഖാവിനൊക്കെ നമ്മൾ പല തെറ്റും വേണ്ടതിനെക്കുറിച്ച്. പക്ഷേ അവരൊരു കാര്യം എടുത്ത് 2 പ്രാവശ്യം കൂടുതൽ മത്സരിക്കാൻ ജയിച്ചവർക്ക് അവസരം കൊടുക്കില്ല.
അതൊക്കെ ഒരു വലിയൊരു മാറ്റമല്ലേ, വിപ്ലവമല്ലേ ഇത്? കഴിഞ്ഞ പറഞ്ഞോട്ട് പിണറായി സഖാവിച്ച് ബാക്കി എല്ലാവരും മാറ്റിയില്ലേ? ഈ കോൺഗ്രസ് സാധിക്കും, ചിന്തിക്കാൻ പറ്റും കോൺഗ്രസിനെ കുറിച്ച്? മാറ്റിക്കൊണ്ട് ഭരണം പോകുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ ശിവകുമാർ ട്രിവാൻഡ്രം മന്ത്രി തന്നെ നിൽക്കുന്ന ഫോട്ടോ തന്നെ നിൽക്കാൻ പോലും കൈയൊക്കെ വിറച്ചു കൊടുക്കി. ഇപ്പം ഒരാൾ പറഞ്ഞു, എൻ്റെ പൊന്ന സഖാവ് നിങ്ങൾക്കൊന്ന് സ്വയം മാറി നിന്നൂടെ? മാറൂല, മരിക്കണം. അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങളിലെ കാലാവധി ചെയ്തവര് തന്നെ നിൽക്കാൻ പറ്റില്ല. അതേ മാത്രമേ പലരും ഉണ്ട്. ഇപ്പോൾ CPM പല മറ്റേ ഓർഗനൈസേഷനിലൊക്കെ അതിലൊക്കെ പറ്റില്ല. അതൊരു കുറ്റമല്ലല്ലോ, പ്രായമാകുന്ന കുറ്റം. അപ്പം KV തോമസ് മാസ്റ്റർ പറഞ്ഞില്ലേ പ്രായമായത് എൻ്റെ കുറ്റാണെന്ന്. KV തോമസ് മാസ്റ്റർക്ക് ജീവിതത്തിൽ എന്തെല്ലാം നേടി, എത്ര സ്ഥാനമാനങ്ങൾ, എത്ര കോടിയുടെ വരുമാനം. അത് ഞാൻ അവസാനം കൊണ്ട് ഈ പിണറായി സഖാവിനെ കാൽ പിടിച്ചു പുള്ളി ഒരു BJP ആയിട്ടുള്ള ഒരു സഖ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു രഹസ്യ ധാരണയാക്കി. അതൊന്നും വേണ്ടായിരുന്നു പിണറായി സഖാവ്. ഇപ്പം മനസ്സിലായാലും പുറത്താക്കാൻ പോണ്. ഇനിയിപ്പോൾ ഈ PC ചാക്കോ ഈ പറഞ്ഞ KV തോമസ് കോൺഗ്രസ്സിൽ വരാൻ പോവാണ്. അവർക്ക് അധികാരം ജീവിക്കുമല്ലേ? ഇത്രയും കാലം അധികാരത്തിന് പറയുന്നത് ഈ അടുത്ത തലമുറക്ക് വേണ്ടേ? അവനും ആഗ്രഹം ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു MLA, ഒരു MP. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് മരിക്കാൻ പുള്ളി ആഗ്രഹം, ബാക്കി എല്ലാം നേടി. രമേശ് ചെന്നിക്ക് മുഖ്യമന്ത്രിയായിട്ട് മരിക്കണം, KC വേണുഗോപാലിന് മുഖ്യമന്ത്രി മരിക്കണം, ശശി തരൂരിന് മുഖ്യമന്ത്രി മരിക്കണം, മുരളീധരൻ മുഖ്യമന്ത്രി. ഞാൻ ചോദിച്ചു, മുരളീധരന്റെ കുടുംബത്തിൽപ്പെട്ട സ്വന്തം പെങ്ങള് BJPയിലേക്ക് പോയതുകൂടി ഈ പുള്ളിയുടെ അടിവര വീണ്. കാരണം എൻ്റെ പാർട്ടിയിൽ എൻ്റെ കുടുംബത്തിൽ എന്നെ ആശ്രയിച്ച് കഴിയുന്നത്, കാര്യം പെങ്ങള് വേറെ കല്യാണം കഴിച്ചാൽ ഒന്നുമില്ല, കുടുംബക്കാർക്ക് എൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം നിർത്താൻ പറ്റില്ലെങ്കിൽ അവർക്ക് എന്തൊരു വലിയ ആളെന്ന് പറഞ്ഞേ. പത്മജ എന്ന് BJPയിലേക്ക് പോയോ അന്ന് തീർന്ന് മുരളീധരൻ്റെ. ഇപ്പോഴും മുരളിയാണ് കേരള രാഷ്ട്രീയം നയിക്കുന്നത്. ഞാൻ നാളെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ്. ഇത് രാധാകൃഷ്ണൻ മാറ്റുന്ന കാര്യം, സുധാകരൻ മാറ്റുന്ന ഞങ്ങളിത് ആരോട് ഈ ഞങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങളിവിടെ എത്ര പേരുണ്ട്? നിങ്ങൾ കാശ് കൊടുത്ത് കുറേ കാക്കാമാരെ കൂടെ നിർത്തിയിട്ട് ഇങ്ങനെ വിളിക്കുന്നല്ലതെ നായന്മാരിൽ എത്ര നിങ്ങളുടെ കൂടെ ഉണ്ട്? ഞാൻ കണക്ക് പറയാം. 9% നായന്മാർ, നമ്മൾ 9%ഉള്ളിൽ 7% BJPക്ക് പോയിട്ട് 2% ഉള്ളൂ. അപ്പോൾ 100 നായർ വോട്ട് ചെയ്താൽ 110 നായർ വോട്ട് ചെയ്താൽ 1 നായർ വോട്ടാണ് UDF കിട്ടുന്നത്. അതിൻ്റെ പ്രതിയാണ് നിങ്ങളെന്ത് ഓർമ്മ വേണത്? ഓർമ്മ ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോഴേ മുരളീധരനൊക്കെ ആഞ്ഞ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആഞ്ഞ് വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, വാട്ടാമായി ഞാൻ ആരാണ്, എന്താണ് എൻ്റെ കപ്പാസിറ്റി. നിങ്ങളിവിടെ നായർ സമുദായത്തിലാണെങ്കിൽ നായർ സമുദായത്തിൽ 9% ആകെ ഉള്ളത്. അതിൽ 7 ഭാഗം ഇത്തവണ BJPക്ക് പരിഷത്ത് പോകും, ബാക്കി 2 ഭാഗമുള്ളൂ. അല്ല, ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റും പോകും, ഒരു ഭാഗം കോൺഗ്രസും പോകും. അപ്പോൾ ഏത് 110 വോട്ട് ചെയ്യുമ്പോഴാണ് സുഹൃത്തെ ഒരു വോട്ട് കൂടി അവർ വീഴുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം അന്തോണി പറഞ്ഞു, അന്തോണിയുടെ മകന് അന്തോണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുടിചൂടവൻ 2ാം സ്ഥാനം. ഞങ്ങൾ 1ാമത്തെ സ്ഥാനം വെച്ച് കളിയാക്കുന്നത്, 2ലും 1നും എടുക്കുള്ള സ്ഥാനം. അങ്ങനെ സ്ഥാനമുണ്ടായി. അങ്ങനെ സോണിയാഗാന്ധി തലപ്പത്ത് വരുന്നൊക്കെ 20, 30, 40 വർഷം ഇരുന്ന കോൺഗ്രസ് നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്തുകൊണ്ട് ആന്റണി കോൺഗ്രസ് നശിപ്പിച്ചു? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. വെറുതെ അന്ധമായി വിരോധമൊന്നുമില്ല ആന്റണിക്കോട് ഇരിക്കുന്ന വിരോധം. പക്ഷേ ആസാമിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ കേൾക്ക്, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കേൾക്ക്. ആസാമിൽ 40% മുസ്ലിങ്ങളാണ്. അവിടെ അത്താവുള്ള എന്നൊരാൾ ഇതാണ് അത്ര ബിസിനസ് 32,000 കോടിയായിട്ട് ബിസിനസ്സുള്ള ആളാണ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല, ഇന്ത്യൻ മുസ്ലിം ലീഗൊന്നും അല്ല. അദ്ദേഹം ഉണ്ടാക്കി വേറൊരു സ്വതന്ത്രമായ ദേശീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മതേതര പാർട്ടിയാണ്. ജാതിയോട് ബന്ധമില്ല. അദ്ദേഹം ഒരു മുസ്ലിമാണെന്നുള്ളൂ. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ഇലക്ഷൻ മത്സരിച്ച് 3-4 സീറ്റൊക്കെ കിട്ടി. പാർലമെന്റിലേക്ക് 10-15 സീറ്റായിട്ട് അസംബ്ലിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ആസാം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ നമുക്കൊരു സഖ്യമാകാമെന്ന്. അപ്പോൾ ആ പ്രസിഡന്റ് പറഞ്ഞ് 60% ഹിന്ദുക്കളുടെ ആസാമിൽ 40% മുസ്ലിങ്ങളുടെ നിങ്ങളെ കൂട്ടുകൂടിയാൽ ഞങ്ങൾക്ക് അപകടമാണ്, കൂട്ടുകൂടിയില്ല. അങ്ങനെ അദ്ദേഹം ഒറ്റക്കുഴി മത്സരിച്ചു, 10-17 സീറ്റായിട്ട് പിടിച്ചു. കോൺഗ്രസ് മത്സരിച്ചു, BJP നിഷ്പ്രയാസം BJP ഭരണത്തിൽ കയറി. 40% മുസ്ലിങ്ങളുടെ സ്റ്റേറ്റാന്ന് ചോദിക്കണം, BJP കയറി. അതിലൊന്നും കുഴപ്പമില്ല.
കൊഴുപ്പുള്ളത് അവിടെയാണിത്. ആസാമിൽ പ്രസിഡന്റ് പറഞ്ഞ് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് അനുഭവമില്ലത്. പക്ഷെ അനുഭവമുള്ള ഒരാളുണ്ടല്ലോ, ഈ അന്തോണി എന്ന് പറഞ്ഞു. കഴിഞ്ഞ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ കേരളത്തിലെ 69% മുസിപ്പി അടുത്ത് ഈ 10 വർഷം കഴിച്ചാൽ അതിനു മുമ്പ് 69% ഭരിച്ച് കോൺഗ്രസും ലീഗുമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് തന്നെയാണ്. പോലും തൊക്കി വിളിച്ചെടുത്ത പാർട്ടിയാണ്. അവരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ പങ്കാളിയാകാം, മുഖ്യമന്ത്രിയാകാം, 69% ഭരിച്ച്. അത് മനസ്സിലാക്കി ഈ ആന്റണിക്ക് അദ്ദേഹം ഏറ്റവും വലിയ ഉന്നതനാണല്ലോ. അദ്ദേഹത്തിന് ആസാം പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് പറയണ്ടേ, പ്രസിഡന്റ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു ജാതി പാർട്ടിയായിട്ട് കേരളത്തിൽ ഭരിക്കുകയാണ് കഴിഞ്ഞ 60 വർഷമായിട്ട്. അപ്പം നിങ്ങൾ സഖ്യം ഉണ്ടാക്കുക. അങ്ങനെ സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആസാം കോൺഗ്രസ് കയ്യിലേക്കില്ലേ? ആ കാക്കാക്ക് മുഖ്യസ്ഥാനം കൊടുക്കണ്ടല്ലോ, ഒരു 2-3 മന്ത്രി കൊടുത്താൽ പോരെ? അതെന്ത് ആന്റണി പറഞ്ഞില്ല? അപ്പം ആന്റണിയുടെ ഉള്ളിലിരിപ്പ്, ക്രിസ്ത്യൻ കോൺഗ്രസ് നേതാക്കളുടെ പലരും ഉള്ളിലിരിപ്പ് സംഘപരിവാർ ഉറപ്പിക്കണ്ട. അത് നല്ല പുള്ളിയായിട്ട് നിന്നാൽ മതി. അതുപോലെ ആന്റണി ദൈവമാണ്, ഉമ്മൻചാണ്ടി RS ദൈവമാണ്. ഇപ്പോൾ ഒരു ദൈവം, പുതിയ ദൈവം വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായോ? ആരെന്നറിയോ? ഞങ്ങൾ വെറുതെ പുള്ളളിക്കല്ല, മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇപ്പോൾ ഒരു പുതിയ ദൈവം സംഘപരിവാറിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഞാൻ പേര് നിങ്ങൾക്ക് ഞെട്ടിച്ചൊളുക്കിയിരിക്കറിയാം. പക്ഷേ ബിക്കോസ് ഇത് സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നമ്മുടെ ഷാഫി പറമ്പിലെ ABC സംഘപരിവാർ ചാനൽ എന്താ പറഞ്ഞോ, എത്ര പുകഴ്ത്തി പറഞ്ഞറിയോ? സ്വതവേൽ കഴിവുള്ള ആൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും മുസ്ലിം പ്രതിനിധിയായിട്ട്, നോമിനിയായിട്ട് ഏക സീറ്റ് കിട്ടി പാലവെലുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദൃഢപ്രതിജ്ഞ. അത് നിരീശ്വരവാദികൾ മാത്രം ചെയ്യുന്ന പണിയാണ്. യുക്തിവാദികളാണ് ദൃഢപ്രതിജ്ഞ, ദൈവനാമത്തിൽ പറയില്ല എന്നുള്ളൂ, ദൃഢപ്രതിജ്ഞ പറയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാർ പോലും ദൃഢപ്രതിജ്ഞ പറയാറില്ല. അങ്ങനെ ഈ ദൃഢപ്രതിജ്ഞ അതെല്ലാം അവിടെ ഈ സംഘപരിവാർ നേതാക്കളും BJP നേതാക്കളെ ഉള്ളോട്ട് ചിരിച്ചുകൊണ്ട് ഇയാൾ വലിയ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ പ്രസംഗികൾക്കും പറ്റുന്നുണ്ട്. എൻ്റെ പൊന്ന് മോനെ ഷാഫി, നീ മാത്രമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ബുദ്ധിമാനി വഹിക്കരുത്. നിന്റെയൊക്കെ മനസ്സ് 100% അളന്നുകൊണ്ടിരിക്കുന്ന ചില വിഭാഗം ആൾക്കാർ കേരളത്തിലുണ്ട്, ഓർമ്മ വേണം. കോൺഗ്രസ് ഉണ്ടാവില്ല, മരവാടുകൾ എന്ന് പറഞ്ഞാൽ മരമണ്ടന്മാര ഒരു കരല്ല. അങ്ങനെ ഉണ്ടായതെങ്കിൽ ആന്റണിക്ക് പറയാൻ പാടില്ലേ? ആസാമിൽ ചെയ്തില്ല. അത് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും സംഘപരിവാറിനെയോ അല്ലെങ്കിൽ RSSനെയോ വിമർശിച്ചിട്ടില്ല. പേര് പോലും ഉച്ചരിച്ചില്ല, വിമർശനം വരുന്നത്. ഈ ആന്റണി അത് തന്നെയാണ്. നല്ലോളെ പറ്റുള്ളൂ. വേറെ ആളുണ്ടായില്ലോ. നമ്മളെ തിരുവല്ലക്കാരനായിട്ട് ഒരാൾ കാർന്നൂർ വെണ്ണിയാഴ്ചക്ക് പറ്റിയ ആള് ഡെപ്യൂട്ടി സ്പീക്കർ രാജ്യസഭ കൊടുത്തില്ലല്ലോ. മുഴുവൻ സമയം കൊടുത്തത് BJPക്ക് വേണ്ടിയാ, കോൺഗ്രസ് ഉത്സാഹം കൊടുത്തില്ല. എന്നിട്ട് പിന്നെ കോൺഗ്രസ് അല്പം രക്ഷപ്പെട്ടപ്പോൾ പറ്റി വന്നു. പക്ഷേ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി പറഞ്ഞ് അമ്മാൻ പോയി വീട്ടിലിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തന്നിട്ടേ നിങ്ങൾ ചെയ്തൊക്കെ ഞങ്ങൾക്കറിയാം, ഫയൽ കിടപ്പണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്മൺ പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പെണ്ണ് കേസ് വന്നപ്പോഴേ വിചാരണ കൂടാതെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അത് എങ്ങനെയാടോ? ഞങ്ങൾ ഇന്റർനാഷണൽ ലോ പോലും, അതായത് അന്തർദേശീയ നിയമത്തെ പോലും മനസ്സിലാക്കിയ ആളാണ്. ഐ എം നോട്ട് അഡ്വക്കേറ്റ്, ഞാൻ അഡ്വക്കേറ്റ് അല്ല. പക്ഷെ നിയമം ആർക്കും പഠിക്കാൻ പുസ്തകമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. വിചാരണ കൂടാതെ ഉള്ള കുറ്റവിമുക്തം വെള്ളമുണ്ട്. അത് ഇന്ത്യൻ ലോ മാത്രമല്ല വിചാരണ. എന്നിട്ട് ഇദ്ദേഹത്തെ വിചാരണ നടത്തിയില്ല, ഉടനെ പ്രഖ്യാപിക്കുകയാണ് ശരി ഈ അദ്ദേഹം കുറ്റവിമുക്തനാണ്. അത് അങ്ങനെയുള്ള ആളാണ് കുര്യൻ ഒറ്റ പേരാണ്. ഇതൊക്കെയാണ് കോൺഗ്രസ് ഇതൊക്കെ നടത്തിയത്. ആ BJPയുടെ കയ്യിലൊക്കെ അധികാരം കൊടുത്തിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്തൊരു ആശ്വാസമായെന്നറിയോ? പണ്ട് അധിപൻ സിനിമയിൽ TV ചാനലിലെ 2 തെറി പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമായെന്ന് പറഞ്ഞ് മോഹൻലാൽ കിടക്കുന്നുണ്ട് ബെഡിലേക്ക്. അതുപോലെ വലിയ ആശ്വാസമായി. BJPയുടെ കയ്യിലേക്ക് അധികാരം കണ്ട് ഏൽപ്പിച്ചോടി ഈ പറഞ്ഞ കോൺഗ്രസിലെ ക്രിസ്ത്യൻ നേതാക്കൾ, ഹിന്ദു നേതാക്കൾ അത്രയുമില്ല, ആശ്വാസമായി. അതൊന്നും വേണ്ട മോനെ, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ദൈവാനുഗ്രഹം കൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ടുമായിട്ടുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആനണിയാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഒരു പാറമടയിൽ, ഞാൻ വളരെ കടുത്ത ഭാഷയിൽ പറയട്ടെ, പാറമടയിൽ തൊഴിലാളികളുണ്ട്. ഞാൻ ഈ പാറമട അസോസിയേഷൻ്റെ പ്രശ്നം എനിക്കറിയാം. 100-150 പേർക്ക് പണിയുണ്ട്. അതിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഒരു പെൺകുട്ടി, അത് സുന്ദരിയാണ്, സ്ലിം ബ്യൂട്ടിയാണ്. അവളെ അവൻ്റെ കാമുകന്വേഷിച്ചു.
എപ്പോഴും പണി സ്ഥലത്ത് വണ്ടിയിൽ ഓടുമ്പോൾ കയറാണ്ടാവില്ല. അങ്ങനെ ഈ മുതലാളിയുണ്ടല്ലോ അവനെ മാറ്റി, അവരോട് പറഞ്ഞ് വരെ തോന്നുന്നില്ല. അപ്പോൾ വേറൊരുത്തം വന്ന് അങ്ങനെ വരുവാണ്. ഇപ്പം എന്താ മുതലാളി എന്താ അറിയോ, ബുദ്ധിമാന മുതലാളി, വലിയ സാധാരണക്കാരൻ്റെ മുതലാളിയാണ്. പക്ഷെ അതിൽ ബുദ്ധി വെച്ചിട്ട് ഈ വണ്ട് വരുന്നത് പുഷ്പം ഉണ്ടായിട്ടാണല്ലോ. ഒരു വണ്ടിനെ മാറ്റി അടുത്ത വണ്ടി വരും, പുഷ്പോട് മാറ്റി പിന്നെ വണ്ടി വരില്ല. ആ പെൺകുട്ടി അവിടെ നിന്ന് ജോലി പറഞ്ഞു വിട്ട് എന്ന് പറഞ്ഞ പോലെ അന്തോണിയാണ് ആശ്രയിച്ച് ഇപ്പോഴും ഈ മരവാഴകൾ പോലെ ഏതാണ്ട് ഈ മണ്ടന്മാരും ഈ 90 വയസ്സുകാർ പരാതിയിട്ട് വരുന്നത്. സുധാകരൻ വന്നു, അസം വന്നു, പലരും വന്നു. ദൈവം ഇപ്പോഴും ആനണി ദൈവമാണല്ലോ കോൺഗ്രസിന്. ഇത് 40 വർഷം കൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിപ്പിച്ച് BJPയുടെ കയ്യിൽ കൊടുത്ത ആളാണ് വന്നിരുന്നപ്പോൾ രാജാവായിട്ട് ഇപ്പോഴും കോൺഗ്രസ് നിയന്ത്രിക്കുന്നത്. അസം പരാതി അപ്പോൾ അസിന് രക്ഷപ്പെട്ട് എന്തോ കൊടുത്ത് സുധാകരൻ അങ്ങനെ കൊടുത്ത്. എൻ്റെ പൊന്ന് ആൻഡി സാറേ, നിങ്ങൾക്ക് ദൈവം തന്നൊരു അവസരമുണ്ട്. ആ അവസരം നിങ്ങൾ ഉപയോഗിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ല, നിങ്ങൾ പാർട്ടി ഉപയോഗിച്ചില്ല. അതേക്കുറിച്ച് ഒരു മനഃശാസ്ത്രം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഞങ്ങളുടെ ഇരിക്കുന്നുണ്ട്. എന്നറിയോ, ഗാന്ധിജി, അതായത് നെഹ്റുവിൻ്റെയും ജിന്നയുടെയൊക്കെ മുൻപിൽ ഗാന്ധിജി ഒന്നും അല്ലായിരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സൗന്ദര്യം കൊണ്ടോ ഒന്നും. പക്ഷെ അപ്പോൾ പുള്ളി അത് ആത്മീയത്തിലേക്ക് കടന്നു. ആത്മീയം കടത്ത് ദൈവം കൊണ്ട് അത് ക്ലിക്കായി. അങ്ങനെയാണ് പുള്ളി ലോക അല്ലെങ്കിൽ രാഷ്ട്രപിതാവൊക്കെ ആയത്. മരിച്ചും പോയില്ലോ. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജിയുടെ എല്ലാ പ്രവൃത്തിയും എല്ലാ ആശയവും ശരിയെന്ന് പറയാൻ പറ്റില്ല. പലതും ഒട്ടോപ്പിന് ആശയങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ അത് വിജയിച്ചു. അതുപോലെ അന്തോണിക്ക് ഒരു പ്രസംഗിൽ കഴിവുണ്ടോ, 10 ആളെ സംഘടിപ്പിക്കാൻ കഴിവുണ്ടോ, 10 ദിവസം പിരിക്കാൻ കഴിവുണ്ടോ, പിന്നെ ഒരു നല്ല സൗന്ദര്യമുണ്ടോ, നല്ല പൊക്കമുണ്ടോ, സ്റ്റീഫനെ പോലെയൊക്കെ ഒന്നുമില്ല. ആകള് ഗുണം എന്താണ് മൗനസ്യ, മിണ്ടൂല്ല. എല്ലാം അത് നേടിയെടുക്കും. അത് വേണ്ട ആനി സാർ, ഇനി അത് വേണ്ട. ഈ കോൺഗ്രസ് നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ. കോൺഗ്രസ് നശിച്ചാൽ രാജ്യം നശിക്കും. നിങ്ങൾ കോൺഗ്രസിലെ വ്യക്തികളോട് നിങ്ങൾ വെറുപ്പുണ്ടാക്കാം, എതിർപ്പുണ്ടാക്കാം, അതിരിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനം കുഴപ്പമില്ല. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ഒരു ചുമരാണ് കോൺഗ്രസ് പ്രസ്ഥാനം. ആ ചുമരില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? ആ ചുമരിൽ ചില പൊട്ടും പൂടൊക്കെ ഉണ്ടാവും, അതില്ലാന്നല്ല. അതിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഗ്ലാമറാണ്. അവിടെ അങ്ങനെ ചെയ്യണ്ട, അതാണ് അവസ്ഥ. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഇത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്നത് നിർത്താണത്. ഇപ്പോൾ 40% ഏതാണ്ട് മുസ്ലിങ്ങളുണ്ട്, 3-1 മുസ്ലിങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിൽ വെറും 3-1 മാത്രമാണ് ലീഗുള്ളത്. അത് ഞാൻ പറഞ്ഞു, ലീഗിൽ നിങ്ങൾ അന്ധമായ അല്ലെങ്കിൽ കഴിവിനേക്കാൾ കൊടുത്ത് നിങ്ങൾ വലിയ ആക്കില്ല. അവർക്ക് 3-1 മുസ്ലിങ്ങളുടെ സപ്പോർട്ടുണ്ട്. ശരി, സംഭവിച്ചു. അത് കൃത്യമാണ്. അതുപോലെ ആകെ മുസ്ലിങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ട 3-1 ലീഗിന് കൊടുക്കാവുള്ളൂ. 2 ഭാഗം പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. കോൺഗ്രസ് ലീഗ് ഇതര മുസ്ലിങ്ങൾക്ക്. അത് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വരുമ്പോൾ സത്യം അറിയാലോ. ഇപ്പം നിങ്ങൾ നോക്ക്, KPCC പ്രസിഡന്റ് സ്വതന്ത്രമായിട്ടൊരു മുസ്ലിം കൊടുത്തിട്ടില്ല. സ്വതന്ത്രമായിട്ട് ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്വതന്ത്രമല്ല, അത് ഡെപ്യൂട്ടിയാണ്. അതുപോലെ INTUCയുടെ പ്രസിഡന്റ് മുസ്ലിമിന് കൊടുത്തോളൂ എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു 10 വർഷം ഇട്ടില്ല. TO ബാബുക്ക് ശേഷം ഒരു മുസ്ലിം മുഖ്യമന്ത്രി പിന്നെ KPCC പ്രസിഡന്റ് ആയിട്ടില്ല. ആരുടെ തൽക്കാലം അസനായിട്ടുണ്ട്. അത് ആകുന്ന ആരും ഒരുപോലെയാണ്. പിന്നെ KSUവിൻ്റെ പ്രസിഡന്റ് ആരാണ്? മുസ്ലിമാണോ? എനിക്ക് തോന്നുന്നില്ല. SF പിന്നെ KSU പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുസ്ലിങ്ങളാണെന്ന് ഞാൻ സ്റ്റഡി ചെയ്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കോട്ടെ. അങ്ങനെ സ്വതന്ത്രമായിട്ട് ഈ 3-1 ജനസംഖ്യയുള്ള മുസ്ലിങ്ങളിൽ 3-1 മാത്രം ലീഗുള്ളൂ. ബാക്കി 2 ഭാഗം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയിൽ നിൽക്കുന്നത് അവർക്ക് സ്വതന്ത്രമായ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഷിബി മേത്തർക്ക് അതെന്താണ്? ഷിബി മേത്ര നിങ്ങൾ പാർലമെന്റിലേക്ക് വിട്ട് രാജ്യസഭയിലേക്ക്, അതൊക്കെ എങ്ങനെയാണ് നട്ടത് ഞങ്ങൾക്കറിയാം, ഒന്നും പറയില്ല. ഒരു സാധാരണക്കാരല്ല. അവരോട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷോ കാണിക്കാൻ നല്ലതും അടിസ്ഥാനമായിട്ടൊന്നും കോൺഗ്രസ് നന്നാക്കാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റില്ല. അവർ പാരമ്പര്യം അതാണ്. കാരണം കോടീശ്വരിയാണ്, അവർക്കൊന്നും അങ്ങനെ അഴിഞ്ഞൊക്കെണ്ടാവില്ല. അപ്പോഴും വനിതയ്ക്ക് വേറെ വഹിക്കാൻ പറ്റത്തില്ല. വനിതയ്ക്ക് വേറെ വഹിക്കാൻ ഒരു മുസ്ലിം സ്ത്രീ കൊടുക്കട്ടെ, അത് പറ്റൂല. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങൾ പറയുന്നത് നീതിയുടെ ശബ്ദമാണ്, തുല്യ നീതിക്ക് വേണ്ടിയാണ്. സോഷ്യൽ ജസ്റ്റിസ്, എല്ലാവർക്കും നീതി വേണം. ദളിതിനും വേണം, നായർക്കും വേണം, ചോരും വേണം, മാപ്പിളൊക്കെ വേണം. നീതി വേണം. നീതി എന്നാണ് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കുക നീതിയാകുന്നത്. ആ നീതി വേണം. അത് വെച്ച് നോക്കുമ്പോൾ ഈ 3-1 ആ വർഗത്തിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആരാണ് ഒരാളുടെ പേര് പറയും? ഈ ദേശീയ ലെവലിൽ
ഇന്നിപ്പോൾ വിദ്യാർത്ഥിയുടെ കൊടി പിടിച്ചു പോകുന്നൊരു ജാതകമുണ്ട് കേസ് വേണമല്ലേ. അതിൽ ഒരു മുസ്ലിം നാമധാരി ഞാൻ കണ്ടില്ല, കണ്ടായിട്ട് ഓർക്കുന്നില്ല, അറിയപ്പെടുന്ന ആൾ അല്ല ഉണ്ടാവും. ഇപ്പോൾ വേറെ കാര്യമുണ്ട്, നമ്മുടെ ആ വടക്കേന്ത്യക്കാരൻ ആൾ പയ്യനുണ്ടല്ലോ, ആ മരിച്ച ആളുടെ പകൻ, അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കാൻ അല്ലെങ്കിൽ കെ സി വേണമെങ്കിൽ സ്ഥാനത്ത് ആക്കാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് അത് ഇന്നെങ്കിലും ഇപ്പോഴേ ചിന്തിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ പോലും ഞങ്ങൾക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല. പക്ഷെ പ്രധാനമന്ത്രി ആകേണ്ട സാഹചര്യം വേണ്ടേ, സർക്കംസ്റ്റൻസസ്. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 100% ടോട്ടൽ ജനസംഖ്യയിൽ കെ സി വേണുഗോപാലിൻ്റെ ജാതിയിൽ നിന്ന് UDF കിട്ടുന്നത് 1000 വോട്ടിൽ 2 വോട്ട് കിട്ടുന്നത്. മറ്റുള്ളവർക്ക് 100 കിട്ടും. എന്നിട്ട് ആ ആൾ കൊണ്ട് നിങ്ങൾ തളപ്പത്തിരുത്തി. അതിനു മുൻപ് 2% മാത്രം അന്തോണി കൊണ്ടിരുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 10% യാദവുണ്ട്, യാദവര്. ആ യാദവിൽപ്പെട്ട ഒരാൾ അറിയപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പേര് ഞാൻ കണ്ട്, നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ദളിതിൽ പിന്നെ ഗാർഗി അറിയാലോ, തന്നെ നിൽക്കാൻ പറ്റില്ല. അത് വേറെ മാന്യന്മാരോ കഴിവുള്ള ആരും നിങ്ങൾ വഹിക്കില്ല. അതൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്, ദുരുദ്ദേശമാണ്. അതൊക്കെ അപകടം ചെയ്യത്. നല്ല സുന്ദരനായ രാഹുൽ ഗാന്ധി ആയിരുന്നു. ആ മുഖമൊക്കെ വെറുതെ താടിയും വെച്ച് ആ മുഖമല്ല സദ്ദാം ഹുസൈൻ ആയിരുന്നു കുറ്റം പറയില്ല. അത്ര കണ്ട് ടെൻഷൻ എടുത്തോണ്ടാണ് ഞാൻ. സദ്ദാം ഹുസൈൻ മോശമായിട്ടില്ല. അങ്ങനത്തെ മുഖമായിട്ട് നിങ്ങളെ ക്ലീൻ ഷേവ് ചെയ്ത് ആ അച്ഛൻ്റെ പാരമ്പര്യ യൂണിഫോമിലെ ആ പൈജാമയും കുർത്തയും ആ തൊപ്പിയും വെച്ച നിങ്ങൾ എന്ത് ഗ്ലാമറാണ്. എടോ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ അച്ഛൻ്റെ രാജീവ് ഗാന്ധി, അദ്ദേഹത്തെ സ്വപ്നം കാണാത്ത ഒരു പെണ്ണ് ഇന്ത്യയിലില്ല. അത്ര സുന്ദരനായിരുന്നു. പെണ്ണുങ്ങളുടെ കൂടെ കിടന്നല്ലേ പറഞ്ഞത്. എല്ലാ സ്ത്രീകളും പ്രേം നസീറിനെ ഇഷ്ടപ്പെട്ടിരുന്ന അത്ര സൗന്ദര്യമാണ്. അതിനേക്കാൾ ഒരുപടി സൗന്ദര്യം നിങ്ങൾക്കുണ്ട്. വായി നിങ്ങൾ പാരമ്പര്യം, സാഹിബിൻ്റെ പാരമ്പര്യമുണ്ട്. രാജീവ് ഗാന്ധിക്ക് അതില്ല. അത് വെച്ച് നോക്കും, നിങ്ങൾ അതേക്കാൾ ഗ്ലാമറൈസ് ആണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ ആരെ പേടിപ്പിക്കാൻ വേണ്ടി ആ നടന്ന് കഷ്ടപ്പെട്ട് പാർട്ടി ഉണ്ടാക്കാറാണ്? അങ്ങനെ പാർട്ടി ഉണ്ടാവുമോ? നിങ്ങളുടെ കോലം കണ്ടോ? താടിയും വെച്ച് ഒരു നിരാശ കാമുവിനെ പോലെ. ഗ്ലാമർ മസ്റ്റാണെന്നേ, പേഴ്സണാലിറ്റി. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പേഴ്സണാലിറ്റി മസ്റ്റാണ്. അതൊന്നും അങ്ങ് കളഞ്ഞ് കുളിക്കണ്ടേ. അതുകൊണ്ടൊന്നും പാർട്ടി വളരില്ല. നിങ്ങൾ മുഖം പിന്നെ സുന്ദരനല്ലാതെ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ താടി വെച്ചൊന്നും പാർട്ടി വളരണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളെ ചേർക്കുക, വോട്ടേഴ്സ് ലിസ്റ്റിൽ ചെക്ക് ചെയ്യുക, വോട്ടേഴ്സിൽ ചെക്ക് ചെയ്ത് അവർക്ക് വോട്ട് ചെയ്യിക്കുക, അത് യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഉള്ളൂ. അല്ല നിങ്ങൾ കുറേ ദുഃഖമാവോ അല്ലെങ്കിൽ നിരാശക്കാവുന്ന പോലെ മുഖം വളരെ ഒരു സൗന്ദര്യം കളഞ്ഞിട്ടപ്പോഴാണ് 40-44 വയസ്സായിട്ടുള്ളൂ. സുന്ദരം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തന്നെ ഈ പടുവത്തിനെ പോലെ അഭിനയിക്കുന്നത്, അതൊന്നും പാർട്ടി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആനണിയെ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യൽ സ്വതന്ത്രമായിട്ട് കൊടുക്കണ്ടേ? നിങ്ങൾ മാന്യമായിട്ട് ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ 40% മുസ്ലിം മതത്തിന് മാന്യമായിട്ട് അംഗീകാരം എല്ലാ നിലയിലും കൊടുക്കണം. കൊടുത്ത് നിങ്ങൾ വോട്ട് വാങ്ങി നിങ്ങൾ അധികാരത്തിൽ കയറ്. എന്നിട്ട് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ തന്നെ അയക്കും, ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾക്ക് മുഖ്യ സ്ഥാനം കൊടുക്കും ഞങ്ങൾ ആരും പറയില്ല. പക്ഷെ ജനങ്ങൾക്ക് ജനസംഖ്യക്ക് ആനുപാതികമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണം, സ്വതന്ത്രമായി ചുമല കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഏകോപന സമിതിയുടെ ഒരു മെമ്പറാണ് അസ്ഥാനിക്കുന്നത്, ആ ടാസ്ക് അത്രേ കഴിവുള്ളൂ. ഇപ്പം മാത്യു കൊല്ലാണ്ടിനെ കൊടുക്കുമ്പോൾ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അന്നും പരാതിയില്ല. പക്ഷെ അതുപോലെ സ്വതന്ത്ര സ്ഥാനത്ത് ഈ 40% മുസ്ലിങ്ങൾ ഒരാളെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ചോദ്യം അതാണ്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ സംഗതി അപകടമാണ്. അത് വീഴ്ച വരുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ഒറ്റ കാര്യം. നിങ്ങളറിയും, ഗുൽസാരിൽ നന്ദ ഇന്ത്യ 2 പ്രാവശ്യം പ്രധാനമന്ത്രി ആളാണ്. 92 വീട്ടുവാടക കൊടുക്കാതെ അതിന് ഉടമസ്ഥൻ ഉള്ള ഒരു കടക്കയും 1-2 പാത്രവും 1-2 ബുക്കുമായിട്ട് പുറത്തിട്ട് ഇറക്കി വിടാണ് വീട്ടിൽ നിന്ന് പുറത്ത്. അദ്ദേഹം ആളില്ലാത്ത നിസ്സായം നിൽക്കുന്ന ഒരു പ്രായമുള്ള ആൾ കൂടി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ തന്നെ ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു പത്രപ്രവർത്തകൻ അവിടെ വന്നു. ആ പത്രപ്രവർത്തകൻ ഈ ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ചെന്ന് അവൻ്റെ സ്ഥാപനം ചെയ്തപ്പോൾ അതിൽ പത്രൻ മുതലാളി അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ കണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്ത് ആരാന്ന് മനസ്സിലായോ? ഇതാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിൽ നന്ദ. 2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററായി ഗുൽസാരിൽ നന്ദ. ആ ഗുൽസാരിൽ നന്ദക്ക്
ആകെ കിട്ടും വരുമാനം ഒരു 500 രൂപ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനല്ല, സ്വാതന്ത്ര്യ സമയത്ത് തരാനിക്ക് കൊടുത്തിരുന്നത്. അത് ചില സമയത്ത് കൃത്യമായിട്ട് വരില്ല, വരാത്തപ്പോഴാണ് ഈ സമയത്ത് കൊടുക്കാതെ. വേറെ ഒരു വരുമാനമില്ല, ഒന്നും സമ്പാദിച്ചിട്ടില്ല. എന്നിട്ടാണ് അവസരം റാവു പ്രധാനമന്ത്രി ആയിപ്പോൾ 97 ഒരു ഭാരത് അവാർഡ് കൊടുത്തു. 97 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇപ്പം 92 പോയിട്ട് ഒരു 5-6 വർഷം ഇരുന്നുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും ഒരു ബംഗ്ലാവ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വേണ്ട, ഞാൻ വയസ്സായി, എത്ര കാലം ഉണ്ടാവും, ഇനി ബംഗ്ലാവ് വേണ്ട, ആ വീട്ടിൽ തന്നെ കഴിഞ്ഞ്, ആ ഒറ്റമുറി വീട്ടിൽ തന്നെ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോയി. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കതിന് മുമ്പുണ്ടാകുന്ന ചില പ്രധാനമന്ത്രിമാർ, ഇപ്പോഴും പ്രധാനമന്ത്രി ഉണ്ട്. ഒരു ദിവസത്തെ ചെലവ് എത്ര കോടി രൂപയാണ്. നമ്മൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഒരു ദിവസത്തെ എക്സ്പെൻസ് എത്ര ലക്ഷം രൂപയാണ്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയോ? ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.